നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഹായ്, ഇന്ന് സത്യത്തിൽ ഞങ്ങളുടെ ദിവസമല്ല. രാവിലെ തന്നെ അതിനുള്ള ഒരു സൂചന കിട്ടിയത് കാരണം കൊണ്ട് ഇന്ന് കൂടുതൽ ട്രേഡുകളൊന്നും കൊടുത്തില്ല. മനഃപൂർവ്വം കൊടുക്കാതിരുന്നതാണ്. നമുക്ക് ഒരു ദിവസം പോസിബിൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അന്ന് ട്രേഡ് നിർത്തുകയാണ് വേണ്ടത്. എന്നിട്ടും ഒരു 8 ലെവൽ കൊടുത്തു. 4 എണ്ണമാണ് പ്രോഫിറ്റ്, 2 എണ്ണം കോസ്റ്റിൽ എക്സിറ്റായി, 2 എണ്ണം SL ഹിറ്റായി. 4 പ്രോഫിറ്റിൽ 1 എണ്ണം സ്മാൾ പകുതിയാണ് പ്രോഫിറ്റ്. അപ്പോൾ ഇന്ന് ടോട്ടലി എല്ലാവർക്കും നമസ്കാരം. അല്പം സുഖക്കുറവ് ഉള്ളതുകൊണ്ട് ഇന്ന് വീഡിയോ ഒരുപാട് വിസ്തരിച്ച് പറയുന്നില്ല. ഇന്നലെ കൊടുത്ത 2 സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കാം. നാളേക്കുള്ള ഒരു 2 സ്റ്റോക്കുകളും പരിചയപ്പെടാം. ഇന്നലെ ഒരെണ്ണം ആർത്തി ഡ്രഗ് ആയിരുന്നു. ആർത്തി ഡ്രഗ് നമ്മൾ ബൈ പറഞ്ഞത് 549 ഓപ്പൺ ചെയ്തത് 544 അതുകൊണ്ട് തന്നെ ഒരു നല്ല എൻട്രി നമുക്ക് കിട്ടി. 554, 559 എന്നിങ്ങനെ ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 568 വരെ പോയി. നമ്മുടെ ടാർഗറ്റിന് മേലെ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറക്റ്റായി നിർദ്ദേശങ്ങൾ പാലിക്കുന്നവർ അതുപോലെ ചെയ്തിട്ടുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത് ജിൻഡാൽ സ്വാണ്. 533 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. നമുക്ക് 543 ഇന്ന് ഓപ്പൺ ചെയ്തത്. അതുകൊണ്ട് നമുക്കൊന്നും അതിലൊരു എൻട്രി ലഭിച്ചില്ല. നാളേക്കുള്ള 2 സ്റ്റോക്കുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് അപ്പോളോ ഹോസ്പിറ്റലാണ്. അപ്പോളോ ഹോസ്പിറ്റൽ നല്ലൊരു അപ് ട്രെൻഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടുള്ളൊരു ഫ്ലാഗ് പാറ്റേൺ പോലെ ഇനി അഥവാ അല്ലെങ്കിലും നാളെ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 6788 നമുക്ക് ബൈ ചെയ്യാം. ഒരു 20 പോയിൻ്റ് SL കീപ്പ് ചെയ്യാം. 6809, 6820, 6835 എന്നിങ്ങനെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിൽ മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് SL അറ്റ് കോസ്റ്റിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. മതിയായ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ആഗ്രഹം കൂടുന്തോറും നമുക്ക് കിട്ടുന്ന ലാഭം കുറഞ്ഞു പോകും. അതുകൊണ്ട് പരമാവധി മതി എന്ന് തോന്നുന്ന പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടാമത്തേത് ജൂബിലി എൻഗ്രേവിയയാണ്. ജൂബിലി എൻഗ്രേവിയയിൽ ഒരു ട്രെൻഡ് ലൈനിൻ്റെ മേലെ 494 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 495 നമുക്കൊരു ബൈ എൻട്രി എടുക്കാം. ഒരു 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് വെക്കണം. 498, 499.50, 501 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാം. ഓക്കെ, ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡുകൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ സ്വന്തമായി അനലൈസ് ചെയ്ത് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി ചർച്ച ചെയ്തുകൊണ്ട് എടുക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിലെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ബേസിക് നോളജ് പോലും ഇല്ലാതെ ഒരുപാട് പേര് മാർക്കറ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. അപകടം ചെയ്യും. സമ്പാദിക്കുന്ന പൈസ കൊടുക്കേണ്ടി വരും. കറക്റ്റായ ടൈമിൽ എൻട്രി ചെയ്ത് കറക്റ്റായ ടൈമിൽ നമ്മൾ എക്സിറ്റ് അടിക്കണം. പിന്നെ ലോങ് ടേമും ഷോർട്ട് ടേമൊക്കെ ഉണ്ട്. അതൊക്കെ വളരെയധികം ഓരോ സ്റ്റോക്കിനെക്കുറിച്ചും പഠനം നടത്തിക്കൊണ്ട് വേണം എൻട്രി ചെയ്യാൻ. ഓക്കെ, കൂടുതൽ സംസാരിക്കാൻ വയ്യ. എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ നേരുന്നു. ഓക്കെ, ബൈ.